ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഒരു കിഡിലനായിട്ടുള്ള ലഡു ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് എല്ലാവർക്കും നുറുക്ക് ഗോതമ്പൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് തീർന്നിട്ടില്ലാത്തവർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല രുചിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് കഴിച്ചിട്ട് ആരുടെയും നുറുക്ക് ഗോതമ്പാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കേയില്ല, ഒട്ടും മനസ്സിലാവില്ല. അത്ര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം വെള്ളം മുഴുവനായിട്ട് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും വെള്ളമൊക്കെ പൊയ്ക്കോളും. എന്നിട്ട് നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിത് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. ഞാനൊരു 3 തവണയായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 2-3 തവി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഭയങ്കര പൗഡർ പോലെയൊന്നും നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റില്ല, നനവുള്ളത് കൊണ്ട്. അപ്പോൾ ഒന്ന് പറ്റണ പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കുക. കണ്ടില്ലേ, ഞാനത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ തരിയായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്കിനി ഒരു പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി പൊടിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് തീ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വറുത്ത് തുടങ്ങാം. ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ ഒന്ന് കട്ട ഉടച്ച് കൊടുക്കാൻ നോക്കുക കേട്ടോ. കാരണം ഞാൻ മുഴുവനായിട്ട് ഉടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവസാനമായപ്പോൾ ഉടച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ നമ്മളതങ്ങ് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്, അപ്പോൾ ടേസ്റ്റ് മാറും. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് മുന്തിരി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ മുന്തിരി മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ലഡുവിൽ മുന്തിരി ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് തന്നെ ഒരു ഭംഗിയല്ലേ, അപ്പോൾ അതുകൊണ്ട് ചേർത്തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നന്നായിട്ട് വറുത്തതിന് ശേഷം ഞാൻ അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1.25 കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് നമ്മൾ 1.25 കപ്പ് പാലാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ബാക്കിയുള്ള 1/4 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് പഞ്ചസാര ചേർക്കുന്നത് ഒരു 1/2 കപ്പാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം മധുരമുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര മധുരം വേണമെങ്കിൽ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഞാൻ ഇവിടെ ഒരു 4 ഏലക്ക കുത്തിയിടുന്നുണ്ട്. ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് പൊളിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ടൊന്ന് പൊടിച്ചിടുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ ചേർക്കണ്ട, കാരണം എനിക്കത് ഫോട്ടോ എടുക്കാനുള്ളത് കൊണ്ടും കൂടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. സാധാരണ ചേർക്കാറില്ല. അപ്പോൾ ഈ സമയത്ത് ഞാൻ 2 നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് യെല്ലോ കളർ വേണമെങ്കിൽ പാലിൽ ഒരു 2 നുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല മഞ്ഞ ലഡു കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ കയ്യിൽ പാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ തേങ്ങ തന്നെ ഒന്ന് വെള്ള ഭാഗം മാത്രം ചിരണ്ടിയിട്ട് അതൊന്ന് ചൂടാക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. എന്നിട്ട് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവം വരെ നമ്മൾ വേവിച്ചെടുക്കുക. ഒരു 5-6 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ. കണ്ടില്ലേ, പാനിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ മൊത്തമായിട്ട് ഇങ്ങനെ ഇളകി വരണം നമ്മൾ ഇളക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അത്യാവശ്യം ചൂടുള്ളപ്പോൾ തന്നെ നമ്മൾ ഇതൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവിയതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലുപ്പമാണോ വേണ്ടത് അത്രയും വലുപ്പമുള്ള ഉരുളി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാറില്ലേ ഓറഞ്ച് ലഡു, അതുപോലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം.
ഈ അംഗനവാടിയിൽ നിന്നും അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് ഈ കുട്ടികൾക്ക് ചുമ്മാ കൊടുത്തു കഴിഞ്ഞാലൊന്നും കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും കഴിക്കും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഫുഡ് കളർ ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള ലഡു അല്ല, നമുക്ക് ഇത്രയും ലഡു കിട്ടും ഈ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് നാളെ 3 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.